ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു വെണ്ടയ്ക്ക കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാം. വെണ്ടയ്ക്ക പുളിങ്കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടയ്ക്ക ഇതേ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 2 വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ആ എണ്ണയിൽ കിടന്ന് അതിന്റെ വഴുവഴുപ്പ് മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് നമ്മൾ വീണ്ടും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരല്പം ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. തക്കാളിയൊക്കെ ഒന്ന് അടച്ചു വെച്ച് മീഡിയം തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണ് മുളക് പൊടി, വലിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഈ പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയില്ലേ, അത് പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരല്പം പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മൊത്തത്തിൽ കൊടുത്തിട്ടില്ല. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിന് നമ്മുടെ പുളിയൊക്കെ കറക്റ്റ് അതൊന്ന് അറിയണം. ഈ കറിക്ക് കുറച്ച് പുളി ഇച്ചിരി മുൻപ് വയ്ക്കുന്ന കറിയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരല്പം ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പുളി ഒരല്പം മധുരവും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.